എടാ, ഈ 2025 ഇറങ്ങിയ മലയാളം സിനിമകളുടെ ക്വാളിറ്റി കണ്ട് നമ്മൾ മലയാളി ഓഡിയൻസ് എല്ലാം ഒന്നടങ്കം പറഞ്ഞതാണ് നമ്മളുടെ ഇൻഡസ്ട്രി ആണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയി നിൽക്കുന്നതെന്ന്. ബട്ട് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 2025 മാത്രം ഏകദേശം 184 മലയാളം സിനിമകൾ റിലീസായിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രോഫിറ്റബിൾ ആയത് വെറും 10% താഴെ മാത്രമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസ് ആണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ഒഫീഷ്യൽ ബോഡി ആയിട്ടുള്ള KFCC, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്, അവർ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനോട് കുറച്ച് ഡിമാൻഡ്സ് ആവശ്യപ്പെടുകയാണ്. സിനിമകൾ അധികവും പ്രോഫിറ്റബിൾ ആവുന്നില്ല, അത് കാരണം തന്നെ ഇൻഡസ്ട്രി ഒരു ഡൗൺഫോളിലേക്കാണ് പോകുന്നതെന്ന കാരണത്താലാണ് ഇവർ ഈ ഡിമാൻഡ്സ് ആവശ്യപ്പെട്ടത്. ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മൂവി ടിക്കറ്റുകൾക്ക് ഡബിൾ ടാക്സേഷൻ ഉണ്ട് എന്നതാണ്. അതായത് നമ്മൾ കേരളത്തിൽ നിന്നും ഒരു സിനിമ ടിക്കറ്റ് വാങ്ങുമ്പോൾ ആ പൈസയുടെ 18% GST ആയി പോകുന്നുണ്ട്. പക്ഷേ അതുകൂടാതെ 8 മുതൽ 10% വരെ എന്റർടൈൻമെന്റ് ടാക്സ് ആയിട്ടും പോകുന്നുണ്ട്. എടാ, ഈ 2 ടാക്സും കൂട്ടിയിട്ട് ഒരു 150 രൂപയുടെ ടിക്കറ്റിൽ നിന്നും 42 രൂപ പോകുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, ടാക്സ് ആയിട്ട് മാത്രം. അതല്ലാതെ തിയേറ്റർ ഓണറിന്റെ ഷെയർ 50% പോയാൽ ആകെ ഒരു ടിക്കറ്റിൽ നിന്നും ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് ഏകദേശം 54 രൂപയാണ്. ഈ ചെറിയ സിനിമകളിലൊക്കെ ചെറിയ വിജയം വെച്ച് ഇറക്കിയ ബഡ്ജറ്റ് പോലും തിരിച്ചു പിടിക്കാൻ തിയേറ്ററിൽ നിന്നും പ്രൊഡ്യൂസേഴ്സിന് കഷ്ടപ്പെടണം. ഇതുകൊണ്ടാണ് KFCC ഡബിൾ ടാക്സേഷനെ എതിർക്കുന്നത്. ഓക്കെ, അവരുടെ കണക്കുകൾ പ്രകാരം 2025 ഇറങ്ങിയ 184 സിനിമകളിൽ വെറും 15 സിനിമകൾ മാത്രമാണ് സൂപ്പർ ഹിറ്റുമായി കൊമേഴ്ഷ്യലി സക്സസ് ആയിട്ടുള്ളൂ. അതായത് 10 സിനിമ ഇറങ്ങിയാൽ അതിൽ ഒരെണ്ണമേ ലാഭമാവുന്നുള്ളൂ. ഈ വിജയിച്ച 15 സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ എമ്പുരാൻ, ലോക, തുടരും, ഡീസിറെ, ആലപ്പുഴ ജിംഖാന, ഹൃദയപൂർവ്വം, ഓഫീസർ ഓൺ ഡ്യൂട്ടി, രേഖാചിത്രം, കളം-കാവൽ, എക്കോ, ദ പെറ്റ് ഡിറ്റക്റ്റീവ്, പ്രിൻസ് ആൻഡ് ഫാമിലി, പൊന്മാൻ, പടക്കളം, ബ്രോമാൻസ്. ഇവയിൽ ആദ്യം പറഞ്ഞതെല്ലാം സൂപ്പർ ഹിറ്റും അവസാനം പറഞ്ഞതെല്ലാം ജസ്റ്റ് ആ ബഡ്ജറ്റ് മാത്രം തിരിച്ചടിച്ചതുമാണ്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എടാ, ഈ വിജയിച്ച സിനിമകൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ബിഗ്ഗംസിന്റെ 2025 സിനിമകൾ തന്നെ എടുക്കാം. ലാലേട്ടന്റെ എമ്പുരാനും തുടരും, മമ്മൂക്കാന്റെ ബസൂക്കയും കളം-കാവലും. എമ്പുരാനും ബസൂക്കയും കമ്പയർ ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ രണ്ടും നല്ല രീതിയിൽ മിക്സ്ഡ് റെസ്പോൺസ് കിട്ടിയ പടങ്ങളാണ്. അഫ്കോഴ്സ് ബസൂക്കക്ക് കുറച്ച് കൂടുതൽ കിട്ടി. പക്ഷേ ഈ 2 സിനിമകളുടെ സ്റ്റിൽസും മേക്കേഴ്സിന്റെ പല രീതിയിലുള്ള പ്രോമിസസും ഒക്കെ വെച്ച്, പ്രത്യേകിച്ച് എമ്പുരാനൊക്കെ അത്രയും ഹൈപ്പുള്ളത് കൊണ്ട് ഓഫ് കോഴ്സ് പൃഥ്വിരാജിന്റെ ഡയറക്ഷനും ലൂസിഫറിന്റെ 2ാം ഭാഗം എന്നൊക്കെ വെച്ചാൽ സ്വാഭാവികമായും ആ സിനിമക്ക് ഒരു ഹൈപ്പ് വരും. പക്ഷേ അതേ സിനിമക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇവിടെ പകരം ഓഡിയൻസ് ഒക്കെ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് പരിപാടി, ഇല്ലുമിനാറ്റി, ഗ്യാങ് വാർ, അവസാനത്തെ ക്യാമിയോ, അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് പോയി. എന്നിട്ട് കിട്ടിയതോ മറ്റൊന്നായിരുന്നു. എമ്പുരാന്റെ മാർക്കറ്റിംഗ് അത്രയും കിടിലമായത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ അത്ര വലിയൊരു കളക്ഷൻ കിട്ടിയത്. പക്ഷേ പല പ്രേക്ഷകർക്കും സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ പോയതിനും കാരണം ആ മാർക്കറ്റിംഗ് തന്നെയാണ്. സിനിമ ഫസ്റ്റ് ഡേ കാണാൻ പോകുന്നവർ ഈ ട്രെയിലർ, ഇന്റർവ്യൂസ്, പോസ്റ്റേഴ്സ് ആൻഡ് ബാക്കിയുള്ള ഹൈപ്പ് ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് മനസ്സിലൊരു വേൾഡ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ എക്സ്പെക്ടേഷൻസിന്റെയും അപ്പുറത്തേക്ക് എത്തിയാലേ ഈ FDFSന് പോയവർക്കൊക്കെ പടം അത്രയ്ക്കങ്ങ് വർക്കാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലാലേട്ടന്റെ തന്നെ തുടരും സിനിമയുടെ പ്രൊമോഷൻസ് ഓർമ്മയുണ്ടോ? അധികം ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ, കഥയുടെ പോർഷൻസ്, പ്ലോട്ട്സ് ഒന്നും റിവീൽ ചെയ്യാതെ ഒരു ചെറിയ കുടുംബചിത്രം, അത്ര എല്ലാവരും പ്രതീക്ഷിച്ചുള്ളൂ. ആൻഡ് ലാലേട്ടൻ അവസാനം പറഞ്ഞ ആ ഒരു കാര്യം ഒരു ദൃശ്യം മോഡൽ പടമാണ് എന്ന്. തുടരും is a new director for me. But they have done it very brilliantly. It's a very like a drishyam kind of thing. അത്ര മതി ഓഡിയൻസിന് ഹുക്കാവാൻ. അത് അവസാനം പറഞ്ഞതുകൊണ്ട് തന്നെ ആരും അധികം ഡീകോഡിങ്ങിനും പരിപാടിക്കൊന്നും നിൽക്കാതെ ഒരു നല്ല സിനിമ പ്രതീക്ഷിച്ച് എക്സ്പെക്ടേഷനൊക്കെ ആ ഒരു ലെവലിൽ വെച്ച് തിയേറ്ററിൽ പോയി. പിന്നീട് പടത്തിൽ നിന്നും കിട്ടിയതെല്ലാം സർപ്രൈസിങ് ആയിരുന്നു. എല്ലാ ഓഡിയൻസിനും തൃപ്തിയോടെ കണ്ട് തിയേറ്ററിൽ നിന്നും ഇറങ്ങാൻ പറ്റിയൊരു മോഹൻലാൽ സിനിമ. ആൻഡ് FDFS കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വേർഡ് ഓഫ് മൗത്തിന്റെ കയ്യിലാണ്. ആദ്യം പോയവർക്കൊക്കെ അത്രയും കിടിലം എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ട് തന്നെ അവരുടെ ഇൻഫ്ലുവൻസിൽ കുറെ പേർ പടത്തിന് കയറും. അപ്പോ ഈ 100% കംപ്ലീറ്റ് ആയി വിജയിച്ച പടങ്ങളുടെ ഒക്കെ ഒരു കീ ഫാക്ടറാണ് ഹൈപ്പ് ഒന്ന് സ്റ്റേബിൾ ആക്കി വെച്ചുകൊണ്ടുള്ള ഹോണസ്റ്റ് മാർക്കറ്റിംഗ്. കളം-കാവലൊക്കെ അർഹിച്ചൊരു വിജയം നേടാൻ അവരുടെ സബ്റ്റിലായിട്ടുള്ള പ്രൊമോഷൻസ്, സിനിമയുടെ ഹൈപ്പ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് സ്റ്റെബിലൈസ് ചെയ്ത് പ്ലോട്ടിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്തിന് നായകൻ ആരാണ്, വില്ലൻ ആരാണ് എന്ന് പോലും അവസാന സമയത്താണ് റിവീൽ ചെയ്തത്. ഇപ്പോ മമ്മൂക്കയുടെ ക്യാരക്ടറിന്റെ പ്രൊഫഷൻ എന്താണ്, ഒപ്പം ആള് ചെയ്യുന്ന പരിപാടിയും എന്താണെന്ന് ട്രെയിലറിൽ കാണിച്ചാൽ ഓഡിയൻസിനൊക്കെ അത് നല്ലൊരു എക്സൈറ്റ്മെന്റ് തന്നെ കൊടുക്കും. പക്ഷെ തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ പടത്തിൽ നിന്ന് അധികം സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടില്ല. ഇതെല്ലാം സർപ്രൈസ് ആക്കി വെച്ചതുകൊണ്ട് തന്നെ
അത്യാവശ്യം നല്ല ഹൈ മൂവ്മെന്റ്സ് നമുക്കൊക്കെ കിട്ടി. ഇപ്പൊ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയ നിവിൻ പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന പോലത്തെ ഒരു സിനിമ വന്ന് വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പേ കംബാക്ക് എന്ന് പറഞ്ഞ് ഹൈപ്പോടെ വന്ന എല്ലാ പടങ്ങളും അത്ര നൈസ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു ഹൈപ്പും ഇല്ലാതെ, ഒരു ട്രെയിലർ പോലും ഇല്ലാതെ വന്ന സർവമായ ഒരു സൈലന്റ് ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടത്തിലെ ഓഡിയൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പോകുമ്പോൾ എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇവന്റ്സും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും. മറ്റൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ലോക. ഇത്രയും കിടില മൂവി ആയിട്ട് കൂടി അധികം തള്ളുകളോ ബഹളങ്ങളോ ഇല്ലാതെ ഇറങ്ങിയ സിനിമയാണ് ലോക. ഒരു ഗഗനാചാരി പോലത്തെയൊക്കെ പടം പ്രതീക്ഷിച്ചു പോയവർക്ക് കിട്ടിയത് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആയിരുന്നു. സോ പ്രൊമോഷൻസ് ചെയ്യുന്ന രീതി മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് അബൌട്ട് എ മൂവി സക്സസ്. ലാലേട്ടന്റെ ഹൃദയപൂർവ്വം മാർക്കറ്റ് ചെയ്തത് അക്യുറേറ്റ് ആയിട്ടായിരുന്നു. ഒരു യൂഷ്വൽ സത്യനന്ദിക്കാട് പടം എന്ന രീതിയിൽ. അതുപോലെ തന്നെ പ്രൊമോഷൻസിന്റെ കുറവ് മൂലം അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയ OTT-യിൽ ഇറങ്ങി സ്വീകാര്യത ലഭിച്ച ഒരു സിനിമയാണ് മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഡൊമിനിക്കിന്റെ പ്രൊമോഷൻസ് ഒക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയായിരുന്നെങ്കിൽ സിനിമ തിയേറ്ററിൽ നിന്നും തന്നെ ഒരു നല്ലൊരു സക്സസ് ഉണ്ടാക്കിയെടുത്തേനെ. ഇപ്പോ ഈ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രൊമോഷൻസ് കാരണം ഓഡിയൻസ് തിയേറ്ററിൽ പോകുമ്പോൾ എക്സ്പെക്ടേഷൻസ് കുറച്ചു വെച്ച് തിയേറ്ററിൽ പോകാൻ നിർബന്ധിതരാവുകയാണ്. ഓഡിയൻസിന്റെ വിശ്വാസം ആവശ്യമില്ലാതെ ഹൈപ്പ് കൊടുത്ത് നഷ്ടപ്പെടുത്തുന്നതിന്റെ ഒരു സൂചനയാണിത്. ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് എപ്പോഴും ആ സിനിമയുടെ സോളിന് മാച്ച് ആയിട്ടുള്ളതായിരിക്കണം. ബിഗ് നെയിംസ് ഉണ്ട് എന്നതുകൊണ്ട് ഹൈപ്പ് കിട്ടുന്നതിൽ ഒരർത്ഥവുമില്ല. എങ്കിലും നല്ലൊരു സിനിമ കയ്യിലുണ്ടെന്ന് വെച്ച് അതിനാവശ്യമുള്ള പ്രൊമോഷൻസ് നൽകാതിരിക്കുന്നതും ബുദ്ധിയല്ല. ഇനിയെങ്കിലും നല്ല സിനിമകൾ പ്രൊമോഷന്റെ കുറവ് കാരണം ഫെയിൽ ആവാതെയും ബോംബ് പടങ്ങൾക്ക് ആവശ്യമില്ലാതെ ഹൈപ്പ് കയറ്റി പ്രേക്ഷകരുടെ സമയവും 150 രൂപയും കളയാതെ ഇരിക്കട്ടെ.